ഇനി ഒരു പെങ്കൊച്ചുങ്ങൾക്കും ഇങ്ങനെ വരാൻ പാടില്ല, ഒരമ്മയ്ക്കും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ട് കൊതി തീർന്നില്ല. എൻ്റെ മോളിനി വരത്തില്ലെന്ന് ഞാൻ പൊരുത്തപ്പെടാനും എനിക്കൊക്കുന്നില്ല. വിവഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് നിതീഷും ബന്ധുക്കളുമാണെന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. നിതീഷ്, സഹോദരി, അച്ഛൻ എന്നിവരെ പ്രതി ചേർത്താണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ പ്രതികളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യണം. അതിനുവേണ്ടിയാണ് പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ നിതീഷിന്റെ ലുക്കൌട്ട് നോട്ടീസാകും പുറത്തിറക്കുക. ഇയാളെ നാട്ടിലെത്തിക്കാൻ എംബസിയുടെ സഹായം തേടുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം നടന്നത് വിദേശത്താണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസിന് മുന്നിൽ നിയമതടസ്സങ്ങളുണ്ട്. അത് മറികടക്കാനാണ് എംബസിയുടെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. വിഭജികയുടെ 2 മൊബൈൽ ഫോണുകൾ സഹോദരൻ അന്വേഷണ സംഘത്തിന് കൈമാറി. ഫോണുകൾ ലോക്ക് ചെയ്ത നിലയിലാണ്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഷാർജ പോലീസ് നമ്മൾക്ക് കൈമാറിയ വിഭജികയുടെ ഫോൺ നമ്മൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. വിഭജികയുടെ ബ്രദറാണത് ശാസ്താംകോട്ട DYSP വിഭാഗം സമർപ്പിച്ചിട്ടുള്ളത്. അത് മാസ്റ്ററിൽ വിവരിച്ച് ബന്ധോസിലെടുക്കുകയും അത് FSL എക്സാമിനേഷന് വേണ്ടി അയച്ചിട്ടുള്ളതുമാണ്. വിഭജിക തൂങ്ങി മരിച്ചതാണെന്നാണ് ഷാർജയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.